ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പം ഇന്നത്തെ മോർണിംഗ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്താണെന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു കൃതജ്ഞത അർപ്പണ ബോധത്തോട് കൂടിയിട്ടുള്ള ഒരു കൃതജ്ഞത അർപ്പിക്കുന്നതുമായി നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. നല്ല മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹത്തെയും ഓർത്തുകൊണ്ട് നന്ദി പറയണം എന്നെല്ലാം പറയുമ്പോഴും നമ്മൾ താങ്ക് യു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴും മറു സൈഡിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഓ താങ്ക് യു, പലപ്പോഴും നമ്മൾ പറയാൻ മറന്നു പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ എങ്ങനെ അതിനൊരു താങ്ക് യു പറയാം, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പം അതിന് അവരോട് പറയേണ്ടത് എന്നൊക്കെ ഫീൽ ചെയ്യുന്ന പല രീതിയിൽ, ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലല്ലെങ്കിലും പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു ചലഞ്ചായിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത്. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ പവർ, ആ താങ്ക് യു എന്നുള്ള ആ വേർഡിൻ്റെ പവർ ഭയങ്കരം തന്നെയാണ്. ആ ഒരു വേർഡ് നമ്മളെ ലൈഫിൽ എത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ ലൈഫിൽ പുത്തൻ ഉണർവേകുന്നുള്ളതാണ്, പുതിയ പുതിയ ഉയർച്ചകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്നും താങ്ക് യു, ഈ ഒരു നിമിഷത്തിലും നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു, നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി, താങ്ക് യു. എനിക്ക് ഈ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത മെഡിറ്റേഷൻ ഗോൾസിനെ കുറിച്ചാണ്. ഓ, എൻ്റെ ഗോൾസ് എനിക്ക് ക്ലാരിറ്റി ആവാൻ പറ്റി, എനിക്ക് ആ ക്ലാരിറ്റിയുള്ള പിക്ചർ കിട്ടാൻ പറ്റി, എനിക്ക് നല്ലോണം ആ മെഡിറ്റേഷനിൽ കൂടെ എൻ്റെ ഗോൾസിലേക്കുള്ള പാത്ത് ക്ലിയർ ആക്കാൻ പറ്റി, ഞാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള മാർഗങ്ങൾ എനിക്ക് ലഭിക്കാൻ പറ്റി. ഓ, ഇന്നത്തെ മോർണിംഗ്, ഈ ഒരു പ്രഭാതം ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ ഡേ എന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന അനുഗ്രഹങ്ങളെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ഒരു ഡേ എനിക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അനുഗ്രഹത്തെ, ഇന്നത്തെ ഡേ എന്നുള്ള അനുഗ്രഹത്തെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒരു മൈൻഡ്ഫുള്ളായിട്ട് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ കണ്ണ് തുറന്നത് മുതൽ ഓരോ നിമിഷവും നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ് ഓരോ കാര്യത്തിനോടും. അതുപോലെ നിങ്ങൾ ഒരു ദിവസം, ഞാനൊരു ടൂളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു ദിവസം മിനിമം 1000 തവണയെങ്കിലും, 1000 തവണയൊന്നും ആയിരിക്കില്ല, അതിൽ കൂടുതൽ നിങ്ങൾ 60,000 തോട്ട്സ് നമ്മളെ മൈൻഡിലൂടെ കടന്നു പോകുമെങ്കിൽ മിനിമം 1000 തവണയെങ്കിലും നിങ്ങളെ മൈൻഡിലൂടെ താങ്ക് യു എന്നുള്ള ഒരു പവർഫുൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ്, താങ്ക് യു പറയാം, നന്ദി പറയാം, അൽഹംദുലില്ലാ പറയാം, നിങ്ങൾ ഏത് ലാംഗ്വേജാണോ ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ മനസ്സിൽ തട്ടി ഒരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു കൃതജ്ഞത നിങ്ങൾ ഉള്ളിൽ തട്ടി, നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അല്ല, അതിനെ സ്മരിക്കുക, ആ നന്ദിയെ നിങ്ങൾ സ്മരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മിനിമം 1000 തവണയെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ലൈഫിനെ ഒരു പവർഫുള്ളായിട്ട്, ഒരു മാഗ്നറ്റായി മാറുന്നത് പോലെ നിങ്ങളെ ലൈഫിൽ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 1000 എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഒരു മൈൻഡ്ഫുള്ളായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് നന്ദി പറയാം. കഴിക്കാൻ തുടങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നന്ദി പറയാം. പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ കിച്ചണിൽ പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളെ തോട്ട് ചേഞ്ച് ആവില്ല, നിങ്ങളെ തോട്ട് ഫുള്ള് ഇതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ പല രീതിയിലൂടെ നെഗറ്റീവ് തോട്ടിലേക്ക് പോകാൻ കാരണമാവില്ല. ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓ താങ്ക് യു, ഇയാൾ ഈ പറഞ്ഞത് എനിക്ക് വേറൊരു നന്മയായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു താങ്ക് യു അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾ ഇപ്പോൾ താങ്ക് യു, ഇയാൾ പറഞ്ഞത് എനിക്ക് വേറൊരു നന്മ എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് തോട്ടിൽ നിങ്ങളിങ്ങനെ കുടുങ്ങൂല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് ചെയിനിൽ നിങ്ങളിങ്ങനെ കറങ്ങിയിട്ട് നിങ്ങളെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ഒഴിവാകും എന്നുള്ളതാണ്. അപ്പോൾ മിനിമം 1000 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും താങ്ക് യു, നിങ്ങൾ ജോലി പോയി ഓഫീസിൽ പോയി നിങ്ങൾക്ക്
എന്താണ് വാച്ച്മാൻ ഡോറ് തുറന്നു തരുന്നു, നിങ്ങൾ ഓഫീസിൽ പോകുന്നു, നിങ്ങളെ കമ്പനിയിൽ നിങ്ങളെ പുതിയ റൂമിൽ നിങ്ങൾ പോയിരിക്കുന്നു, നിങ്ങളെ സ്റ്റാഫുകളെല്ലാം നിങ്ങളോട് മീറ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരോടൊക്കെ വെൽക്കം ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നു, അന്നത്തെ ഡൂ ലിസ്റ്റും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ആക്ഷൻ പ്ലാനുകളും അന്നത്തെ ഡേ നിങ്ങൾ സക്സസ് ആക്കേണ്ട എല്ലാ ബിസിനസ് പ്ലാനും നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങളെ കൂടെയുള്ള സ്റ്റാഫുകളുമായിട്ടുള്ള ബിഹേവിയർ, അവരുമായിട്ടുള്ള നിങ്ങളെ ആക്ഷൻ പ്ലാനുകൾ, നിങ്ങളെ സ്റ്റാഫുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട ഡൂ ലിസ്റ്റിലേക്ക് കാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെന്ന് എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി, താങ്ക് യു എന്ന് നിങ്ങൾക്ക് ഓരോ നിമിഷത്തിനെയും ഓരോ രീതിയിൽ നിങ്ങൾക്ക് താങ്ക് യു അർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ ഒരു എന്താണ് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് മാറാനൊരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനുള്ള ഒരു മനസ്സ് വരുന്നില്ല. അപ്പോൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നത് വഴി രണ്ട് കാര്യം, മൈൻഡ്ഫുൾ ആവാനും പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നിങ്ങളെ ലൈഫിൽ ഒരു എനർജീനെ ചേഞ്ച് വരുത്താനും പറ്റും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിതിനെ ഒരു അക്നോളജ് ചെയ്യുക, നിങ്ങളിതിനെ അംഗീകരിക്കുക, ഇതെൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമാണ്. ഈ താങ്ക് യു മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫുമായിട്ട് താങ്ക് യുവിനെ കണക്ട് ചെയ്യുമ്പോൾ, നന്ദി പ്രകാശനം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു തേടൈ കൊണ്ട് കാണാൻ പറ്റാത്തൊരു അദൃശ്യ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള, നിങ്ങൾ അതിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സും കൂടെ നിങ്ങളിലേക്ക് കണക്റ്റ് ആവും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾ അതിനകത്തുനിന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയൊരു ന്യൂ ബിൽഡിങ്സ്, ഡ്രീം ബിൽഡൊക്കെ നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്തുന്ന വഴി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഹാപ്പിനെസ്, ടോട്ടൽ ലൈഫ് 360 ഡിഗ്രിയിൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ അത്രക്കാണ്. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ മൈൻഡ്ഫുള്ളായിട്ട് 1000 തവണ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടൂള് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത്. ഓരോ നിമിഷത്തിനും, ഓരോ കാര്യത്തിനും, ഓരോ ഇൻസിഡൻറ്റിനെ നിങ്ങൾ എടുത്തെടുത്ത് താങ്ക് യു എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം സംഭവിക്കും. നിങ്ങളെ ഫ്രെയിം തന്നെ, ഇപ്പം നിങ്ങളായിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിനെ തന്നെ ചേഞ്ച് ചെയ്ത് പുതിയൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഒരു റീഫ്രെയിമിങ് നടക്കുന്നത് വഴി നിങ്ങളെ ലൈഫിൽ പുതിയൊരു പാത്തിലേക്ക് നിങ്ങൾ കടന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഷംന എന്നുള്ളൊരു ഫ്രെയിമുണ്ട്, ആ ഫ്രെയിമിനെ മാറ്റി ന്യൂ ഷംന എന്നുള്ള ഫ്രെയിം ഞാൻ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു ഇല്ലേ? അവിടെ തന്നെ ഒരു റീഫ്രെയിമിങ് വന്നോ, എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ അവിടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു റീഫ്രെയിമിങ്ങും ഒരു മൈൻഡ്ഫുള്ളും നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ റിച്വൽസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ പവർ എത്രത്തോളാണെന്ന് മനസ്സിലാക്കുക, ആ പവറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു കാംനെസ്സോടുകൂടി, നിങ്ങൾ ആ ഒരു ഫീലിങ്ങോടുകൂടി, നിങ്ങൾ ആ ഒരു ലിവിങ് ഒരു ഇപ്പോഴുള്ള ഒരു അതിനെക്കുറിച്ച് പറയാം, ഈ ഒരു നിമിഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അതിനെ ഫീൽ ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇന്നത്തെ ഡേ എന്നുള്ളതല്ല, എല്ലാ ദിവസവും ഈ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അമേസിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. കാരണം പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ആ മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിനും നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇനി സങ്കടം വരുന്നതിനാണ് അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അതൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവിനെ ഡിറ്റാച്ച് ചെയ്യും, പല കാര്യങ്ങളെയും ഡിസസോസിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം.